ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സ്റ്റഡി ചാനൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയായിരുന്നു. ഓൾറെഡി നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിട്ടുള്ള കുറച്ച് ആശയങ്ങൾ എന്നിവയെ പറ്റി 2 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വീഡിയോസ് വേഗം എത്തുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 8 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 4 അമെൻമെൻറ്റ്സിലായിട്ട് ഇപ്പോൾ 12 ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം നിലവിൽ വന്നപ്പോൾ 8 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അമെൻമെൻറ്റ്സ് വഴി 4 ഷെഡ്യൂൾ കൂടി ആഡ് ചെയ്തു. അപ്പോൾ കറൻ്റ്ലി എത്രയാണ്? 12 ഷെഡ്യൂൾസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ആദ്യത്തെ അമെൻമെൻറ്റ് വഴിയായിരുന്നു 9ാമത്തെ ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടത്. അപ്പം ഓർക്കുക, 1951 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ടത്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുവഴി ആഡ് ചെയ്യപ്പെട്ട ഷെഡ്യൂളാണ് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 9th ഷെഡ്യൂളിൽ ലാൻഡ് റിഫോംസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടത് 52nd അമെൻമെൻറ്റ് ആക്ട് 1985 52nd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് 10th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 10th ഷെഡ്യൂൾ പറയുന്ന ആൻറ്റി ഡിഫെക്ഷനെ പറ്റിയാണ്, കൂറുമാറ്റ നിയമത്തെ പറ്റിയാണ് 10th ഷെഡ്യൂൾ പറയുന്നത്. ഇനി അടുത്തത് 93rd അമെൻമെൻറ്റ് ആക്ട് വഴി 1992 93rd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് 11th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 11th ഷെഡ്യൂളിൽ പഞ്ചായത്തി രാജിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 12th ഷെഡ്യൂൾ എന്ന് പറയുന്ന 74th അമെൻമെൻറ്റ് 1992 തന്നെ 74th അമെൻമെൻറ്റ് വഴിയാണ് 12th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 12th ഷെഡ്യൂളിൽ പറയുന്നത് മുനിസിപ്പാലിറ്റീസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ഷെഡ്യൂളുകളാണ് പിന്നീട് അമെൻമെൻറ്റ് വഴി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. 8 ഷെഡ്യൂളായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം 4 അമെൻമെൻറ്റ് വഴി 4 ഷെഡ്യൂൾ കൂടി ആഡ് ചെയ്ത് ചേർത്തു. 12 ഷെഡ്യൂൾസാണ് കറൻ്റ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഷെഡ്യൂൾസും ഏതൊക്കെയാണെന്ന് നോക്കാം. പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന ഒരു കോഡാണിത്. ഈ ഷെഡ്യൂൾസ് പഠിക്കാൻ നമുക്കും ആ കോഡ് തന്നെ യൂസ് ചെയ്യാം, TAs ഓഫ് ഓൾഡ് PM. ഓക്കെ, ഇതിനകത്ത് ഓരോ ലെറ്ററും ഡിനോട്ട് ചെയ്യുന്ന ഓരോ ഷെഡ്യൂൾസിനെ പറ്റിയാണ്. അപ്പം ഫസ്റ്റ് T ഡിനോട്ട് ചെയ്യുന്ന ടെറിട്ടറീസിനെ പറ്റിയാണ്. അതായത് യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റിനെയും പറ്റിയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ TAs ഓഫ് ഓൾഡ് PMലെ T കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ലെറ്റർ ഏതാ? എമോല്യൂമെൻറ്റ്സ്, അതായത് പ്രസിഡൻറ്റ്, ഗവർണേഴ്സ് തുടങ്ങിയവരുടെ എല്ലാം സാലറീസും അതേപോലെ അലവൻസിനെയും പറ്റിയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് എമോല്യൂമെൻറ്റ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത തേർഡ് ഷെഡ്യൂളിനകത്ത് അഫർമേഷൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓത്ത് ആൻഡ് അഫർമേഷൻസ് ഓഫ് വിവിധ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സിൻ്റെ എല്ലാം ഓത്ത് ആൻഡ് അഫർമേഷൻസ് ആണ് തേർഡ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് A കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ഷെഡ്യൂൾ 4ാമത്തെ ഷെഡ്യൂളിനകത്താണ് രാജ്യസഭയെ പറ്റിയാണ്. രാജ്യസഭയിലെ സീറ്റുകളെ പറ്റി, അലൊക്കേഷൻ ഓഫ് സീറ്റ്സ് ഓഫ് രാജ്യസഭയെ പറ്റിയാണ് 4ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 5ാമത്തെ ഷെഡ്യൂൾഡ് ഏരിയാസ്, അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് ഏരിയാസ്, അവരുടെ അഡ്മിനിസ്ട്രേഷനെയും കൺട്രോളിനെയൊക്കെ പറ്റിയാണ് 5ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 5 ഷെഡ്യൂൾ ഒന്നുകൂടി നോക്കാം. T കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ടെറിട്ടറീസ് ആണ്. E കൊണ്ട് എമോല്യൂമെൻറ്റ്സ്, അതേപോലെ തന്നെ A കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന അഫർമേഷൻസ്. 6 രാജ്യസഭയുടെ അലൊക്കേഷൻ ഓഫ് സീറ്റ്സ് ഓഫ് രാജ്യസഭയാണ് 6 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ S കൊണ്ട് ഷെഡ്യൂൾഡ് ഏരിയാസും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് 5ാമത്തെ ഷെഡ്യൂൾ, അതായത് S കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കാം, O കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്ന അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. ഈ നമ്മൾ നേരത്തെ ഡിനോട്ട് ചെയ്ത ഷെഡ്യൂൾഡ് ഏരിയാസിൽ കൂടാതെ കുറച്ച് ആസാം, അതേപോലെ മേഘാലയ, ത്രിപുര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുത്ത് അവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും എല്ലാം അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് അടുത്ത ഷെഡ്യൂൾ, അതായത് 6th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ഫെഡറൽ സ്ട്രക്ചർ. F കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഫെഡറൽ സ്ട്രക്ചർ എന്നാണ്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റൊക്കെ വരുന്നത് ഏതിലാണ്? ഫെഡറൽ സ്ട്രക്ചറിലാണ്. അതായത് സ്റ്റേറ്റിനും അതേപോലെ തന്നെ യൂണിയനും എങ്ങനെയാണ് ഓരോ പവർ, ഓരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് F അഥവാ ഫെഡറൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ. അടുത്ത ഷെഡ്യൂൾ എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ എത്ര ഷെഡ്യൂളാണ്?
5, 7, 8ാമത്തെ ഷെഡ്യൂൾ. 8ാമത്തെ ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റിയാണ് 8ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കറൻ്റ്ലി 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് ലാൻഡ് റിഫോംസ്. ഓൾറെഡി പറഞ്ഞിരുന്നു. എത്രയാണ്? 9ാമത്തെ ഷെഡ്യൂൾ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് വഴി ആഡ് ചെയ്യപ്പെട്ടതാണ്. അത് ലാൻഡ് റിഫോംസിനെ പറ്റിയാണ് 9ാമത്തെ ഷെഡ്യൂൾ പറയുന്നത്. അടുത്താണ് ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് 10ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഡിഫെക്ഷൻ, അതായത് കൂറുമാറ്റം, ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ് 9ാമത്തെ ഷെഡ്യൂൾ പറയുന്നത്. ഇനി അടുത്തത് പി മീൻസ് പഞ്ചായത്തും, അതേപോലെ എം മീൻസ് മുനിസിപ്പാലിറ്റീസ്, അതായത് 11ാമത്തെ ഷെഡ്യൂൾ പറയുന്ന പഞ്ചായത്തിനെ പറ്റിയും അതേപോലെ തന്നെ 12ാമത്തെ ഷെഡ്യൂൾ പറയുന്ന മുനിസിപ്പാലിറ്റീസിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 12 ഷെഡ്യൂൾസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ കോഡ് വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും ഓരോ ഷെഡ്യൂളും അത് എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. നമുക്കിനി അടുത്തതായിട്ട് ഓരോ ഷെഡ്യൂളും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിനെ പറ്റി നോക്കാം. ഓൾറെഡി പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിനെ പറ്റിയും അതേപോലെ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയായിരുന്നു. അതായത് ടിയേഴ്സ് ഓഫ് ഓൾഡ് PMലെ ടി, അതിനകത്ത് ടി ഡിനോട്ട് ചെയ്ത ടെറിട്ടറി ആയിരുന്നു. അതായത് നെയിംസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദെയർ ടെറിട്ടോറിയൽ ജുറിസ്ട്രിക്ഷൻ, അതേപോലെ നെയിംസ് ഓഫ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ദെയർ എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് മെയിൻലി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്സും അതേപോലെ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി. കറൻ്റ്ലി നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ആണ് ഉള്ളത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്ന പ്രൊവിഷൻ റിലേറ്റഡ് ടു എമോളുമെൻറ്റ്സ്, അലവൻസ് ആൻഡ് പ്രിവിലേജസ് ഓഫ്. ഓക്കെ, താഴെ പറഞ്ഞിരിക്കുന്ന ഇത്രയും പേരുടെ സാലറീസ്, അലവൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ കറൻ്റ്ലി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ സാലറി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 4. അടുത്തായി നമുക്ക് സെക്കൻഡ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നോക്കാം. സെക്കൻഡ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ എമോളുമെൻറ്റ്സ്, അലവൻസ് ആൻഡ് പ്രിവിലേജസ് ഓഫ്. ഓക്കെ, താഴെ പറഞ്ഞിരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ സാലറീസും അലവൻസിനെയും പ്രിവിലേജസിനെയൊക്കെ പറ്റിയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരുടെയൊക്കെ സാലറീസും അതേപോലെ അലവൻസും പ്രിവിലേജസും ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇതിൽ മെൻഷൻ ചെയ്യാത്തവരെയും ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ ആരുടെ കാര്യമാണ്, അതായത് സെക്കൻഡ് ഷെഡ്യൂളിൽ ആരെയൊക്കെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് മെയിൻലി UPSC നടത്തുന്ന എക്സാമിലും SSC നടത്തുന്ന എക്സാമിലുമാണ് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, ഇത്രയും പേരുടെയാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. ഇതിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ സാലറി എന്ന് പറയുന്നത് കറൻ്റ്ലി 5 lakh ആണ്. അതേപോലെ തന്നെ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4.5 lakhs ആണ് അവർ കറൻറ്റ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, അതേപോലെ തന്നെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, അതേപോലെ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, അതേപോലെ തന്നെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ എ സ്റ്റേറ്റ്, അതേപോലെ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ എ സ്റ്റേറ്റ്. പിന്നെ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG. ഇത്രയും പേരെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി ആരെയൊക്കെ പറ്റിയാണ്? പ്രസിഡൻറ്റിനെയും അതേപോലെ തന്നെ നമ്മുടെ സെൻട്രലിൻ്റെ, അതായത് ഇന്ത്യയുടെ ഏറ്റവും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ടിരിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡൻറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ഗവർണറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് ലോക്സഭയിലെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ അവിടുത്തെ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഉണ്ട്. പിന്നെ CAGനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇതായിരിക്കും: അതായത് സെക്കൻഡ് ഷെഡ്യൂൾ നമ്മുടെ CMനെ പറ്റി, അതായത് മിനിസ്റ്ററെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? PMനെ പറ്റി, പ്രൈം മിനിസ്റ്ററെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്ററെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? അറ്റോർണി ജനറൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റിന് ചോദിക്കാറുള്ളതാണ്. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസറാണ്. അറ്റോർണി ജനറലെ പറ്റി എവിടെയാണ്? സെക്കൻഡ് ഷെഡ്യൂൾ. അറ്റോർണി ജനറലിൻ്റെ അലവൻസിനെയും പ്രിവിലേജസിനെയും പറ്റി ഒന്നും തന്നെ നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂൾ പ്രതിപാദിച്ചിട്ടില്ല. അപ്പം അതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രതിപാദിക്കാത്ത പ്രധാനപ്പെട്ട വ്യക്തികളെന്നൊക്കെ പറയുന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ സാലറീസും അലവൻസും ഒന്നും എവിടെയാണ്? സെക്കൻഡ് ഷെഡ്യൂൾ പറഞ്ഞിട്ടില്ല. അതേപോലെ ചീഫ് മിനിസ്റ്റർ, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ തുടങ്ങിയവരെ പറ്റി ഒന്നും തന്നെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടില്ല. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
അടുത്ത ഫോർത്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഫോർത്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി ഞാൻ ഡിനോട്ട് ചെയ്ത് ടിയേഴ്സിനകത്ത് 6. ഓക്കെ, അപ്പം അതാ ഫോർത്ത് ഷെഡ്യൂൾ. അപ്പോൾ ഫോർത്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും അതേപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്നും വരുന്ന രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ സീറ്റ്, ഓക്കെ, സീറ്റിൻ്റെ എണ്ണം ആണ് ഫോർത്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ടോട്ടലി എത്രയാണ്? 245 രാജ്യസഭാ മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ്സാണ് ഉള്ളത്. ഇതിൽ 233 പേരും ഇലക്ട് ചെയ്ത് വരുന്നവരാണ്. അതേപോലെ തന്നെ 12 പേരെ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്ത് വരുന്നവരുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ്ലി നമ്മുടെ രാജ്യസഭയിലെ സീറ്റ് എന്ന് പറയുന്നത്. 245 മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ 233 പേരും എങ്ങനെയാണ് എലക്ട് ചെയ്ത് വരുന്നവരാണ്. 12 പേരെങ്ങനെയാണ് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഫോർത്ത് ഷെഡ്യൂൾ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്ന അലൊക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അടുത്തതായി നമുക്ക് ഫിഫ്ത്ത് ഷെഡ്യൂളും സിക്സ്ത് ഷെഡ്യൂളും ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, ഫിഫ്ത്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളുമാണ് എവിടെയാണ് ഫിഫ്ത്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സിക്സ്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സിക്സ്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ 4 സംസ്ഥാനങ്ങളിലെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഇവിടെ സിക്സ്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫിഫ്ത്ത് ഷെഡ്യൂളിൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിക്സ്ത് ഷെഡ്യൂൾ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ 4 സംസ്ഥാനങ്ങളിലെയും ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റി, അവരുടെ അഡ്മിനിസ്ട്രേഷനെയും കൺട്രോളിനെയും പറ്റിയാണ് ഇവിടെ സിക്സ്ത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമുക്ക് സെവൻത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നോക്കാം. സെവൻത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഗീവ്സ് അലൊക്കേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ യൂണിയനും സ്റ്റേറ്റിനും പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് സെവൻത് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ലിസ്റ്റുകളാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിനുള്ളത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിൻ്റെ പവറും, അതായത് സ്റ്റേറ്റിന് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ പവറുള്ളതെന്നും അതേപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ 2 പേർക്കും ജോയിൻ്റ്ലി പവറുള്ള കാര്യങ്ങളുമാണ് ഏതാണ് കൺകറൻറ്റ് ലിസ്റ്റിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിഫൻസ്, ബാങ്കിങ്, കറൻസി, ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരായിരിക്കും നിയന്ത്രിക്കുന്നത്? യൂണിയൻ ആയിരിക്കും, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും നിയന്ത്രിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് ആകട്ടെ ഏതാണ്? പോലീസ്, ട്രേഡ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ, അതായത് 2 പേരും ജോയിൻ്റ്ലി ലോ മേക്ക് ചെയ്യുന്നത് എവിടെയൊക്കെ ആയിരിക്കും? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ്, അതേപോലെ തന്നെ മാരേജ്, അഡോപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇവിടെ 2 പേർക്കും ഈക്വൽ പവർ ആയിരിക്കും. അതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ അധികാരമുള്ള മേഖലകളാണ് യൂണിയൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് കൂടുതൽ പവറുള്ള മേഖലകൾ. അതേപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ് ആകുന്നത് 2 പേർക്കും, അതായത് സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരേപോലെ പവറുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് 8th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. 8th ഷെഡ്യൂളിൽ ലാംഗ്വേജസിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ലാംഗ്വേജ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തപ്പോൾ 14 ലാംഗ്വേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 22 ലാംഗ്വേജുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 22 ലാംഗ്വേജാണ് താഴെയുള്ള ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നേപ്പാളി മാത്രമാണ് ഒരു വിദേശ ഭാഷ എന്ന് പറയുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു വിദേശ ഭാഷ എന്ന് പറയുന്നത് നേപ്പാളി ഭാഷയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 14 ലാംഗ്വേജസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തപ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന 14 ലാംഗ്വേജസ് ആയിരുന്നു. പിന്നീട് ബാക്കി 8 ലാംഗ്വേജസ് കൂടി ആഡ് ചെയ്ത് എത്രയാണ്? 22 ലാംഗ്വേജസ് ആണ് കറൻ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ഒരേ ഒരു വിദേശ ഭാഷ എന്ന് പറയുന്നത് നേപ്പാളി. അടുത്തത് 9th ഷെഡ്യൂളാണ്. 9th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്:
ലാൻഡ് റിഫോംസിനെ പറ്റിയാണ് 9th ഷെഡ്യൂൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂപരിഷ്കരണത്തെ പറ്റിയാണ് 9th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. സെമീൻദാരി സിസ്റ്റം അബോളിഷ് ചെയ്യുന്ന കാര്യവും എവിടെയാണ് 9th ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും 9th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇത് ആഡ് ചെയ്തത് ഫസ്റ്റ് അമെൻമെൻറ്റ് വഴിയാണ്. ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 ഫസ്റ്റ് അമെൻമെൻറ്റ് വഴിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ട വർഷം ചോദിക്കാറുണ്ട്. ഇത് 1951 അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ ആഡ് ചെയ്ത ഷെഡ്യൂളാണ് 9th ഷെഡ്യൂൾ. ഈ 9th ഷെഡ്യൂൾ ലാൻഡ് റീഫോംസ് അഥവാ ഭൂപരിഷ്കരണത്തെ പറ്റിയാണ് പറയുന്നത്. അതേപോലെ തന്നെ അബോളിഷൻ ഓഫ് സെമീൻദാരി സിസ്റ്റം പറയുന്നത് ഇവിടെ തന്നെയാണ് 9th ഷെഡ്യൂളിലാണ്. അടുത്തായി 10th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. 10th ഷെഡ്യൂൾ ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൂറുമാറ്റ നിരോധന നിയമം. ഇതുവഴി ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ മത്സരിച്ച് ജയിച്ച് ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുക, അതേപോലെ തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ആ സ്ഥാനം വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടമാകുന്നു. ഇതാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് 52ാമത്തെ അമെൻമെൻറ്റ് വഴി 1985 ആൻറ്റി ഡിഫെക്ഷൻ ലോ ആഡ് ചെയ്ത്. ഇത് 10th ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ് നമ്മുടെ 10th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു മെമ്പറെ ഇപ്പോൾ രാജ്യസഭാ മെമ്പറാണെങ്കിൽ അയാളെ ആൻറ്റി ഡിഫെക്ഷൻ ലോയ്ക്ക് വിധേയമാക്കി ടെർമിനേറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസഭയുടെ ചെയർമാനായിട്ടുള്ള വൈസ് പ്രസിഡൻറ്റും, അതേപോലെ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭ സ്പീക്കറായിരിക്കും അയാളെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ്. അടുത്താണ് 11th ഷെഡ്യൂൾ. ഓക്കെ, 11th ഷെഡ്യൂൾ 73rd അമെൻമെൻറ്റ് ആക്ട് വഴി 1992 73rd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ആഡ് ചെയ്തത്. ഇതിൽ പഞ്ചായത്സിനെ പറ്റിയാണ് 11th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ പവേഴ്സ്, അതേപോലെ തന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളാണ് 11th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓർത്തിരിക്കുക, 1992 73ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് 11th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ പഞ്ചായത്തുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തുകളുടെ സ്പെസിഫിക് പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളാണ് 11th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 29 കാര്യങ്ങളാണ് 11th ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. പഞ്ചായത്തുകളെ പറ്റിയാണ് 11th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഇത് 73rd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ആഡ് ചെയ്യപ്പെട്ടത്. ഇനി 12th ഷെഡ്യൂൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഓർത്തിരിക്കുക. ഇത് 74ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് 12th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 11th ഷെഡ്യൂൾ ആഡ് ചെയ്ത് 93ാമത്തെ അമെൻമെൻറ്റും 12th ഷെഡ്യൂൾ ആഡ് ചെയ്ത് 74ാമത്തെ അമെൻമെൻറ്റും. ഇതിൽ 18 കാര്യങ്ങളെ പറ്റിയാണ് 12th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുനിസിപ്പാലിറ്റീസിനെ പറ്റിയാണ്. 12th ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റീസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മുനിസിപ്പാലിറ്റീസിൻ്റെ പവേഴ്സ്, അതേപോലെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളാണ് ഇവിടെ 12th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസിനെ പറ്റിയാണ്. നമ്മൾ 12 ഷെഡ്യൂളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 12 ഷെഡ്യൂളിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളിലേക്ക് വീഡിയോസ് വേഗം എത്തുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.